ഡോക്ടറോട് ചോദിക്കാം തത്സമയ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആർത്തവിരാമത്തിന് മുൻപും ശേഷവുമുള്ള രക്തസ്രാവം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ അപർണ രാജ്. നമസ്കാരം മാം. നമസ്കാരം മാം, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആർത്തവിരാമത്തിന് മുൻപും ശേഷമുള്ള രക്തസ്രാവം. ഈ വിഷയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം മാം, എന്താണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് തന്നെ തുടക്കത്തിൽ തന്നെ എന്താ പറയാനുള്ളത്? അതായത് ഈ വിഷയം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാര്യം നമ്മുടെ നാട് വികസനത്തിലും പുരോഗതിയിലും ഒരുപാട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ നമുക്ക് നമ്മുടെ രോഗങ്ങളും പണ്ടത്തെ കാലഘട്ടത്തെ പോലല്ല. ഇപ്പം രോഗങ്ങളുടെയും പാറ്റേൺ മാറി മാറി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ഫീമെയിൽ പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലം എന്ന രീതിയിലും നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതായത് പണ്ടത്തെ കാലത്ത് കുറേ മിസ്കൺസെപ്ഷൻസും മിത്സും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൗമാര കാലഘട്ടം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു ആർത്തവ വിരാമം എന്ന് പറയുന്നത്. രണ്ടും നമ്മുടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാഴികക്കല്ലുകൾ എന്ന് തന്നെ പറയാം. കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെയുള്ള എല്ലാ ഹോർമോണൽ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൂടുന്ന പോലെ ഒരു കൂടിയ ഹോർമോണൽ സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോകുന്ന കാരണം നമ്മുടെ ഹോർമോൺസ് പൊടുന്നനെ താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ, അതിൽ നോർമൽ അതായത് സാധാരണ ഏത് നോർമലാണ്, എന്ത് അബ്നോർമലാണ്, എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്, അതിനെ പറ്റിയുള്ള ഒരു അവബോധം എനിക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ അത്യാവശ്യമാണ്. കാര്യം രോഗങ്ങളെ സംബന്ധിച്ചോളം പണ്ടത്തെ പോലല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഒരു ഗുഡ് ലൈഫ് സ്പാൻ അത് ഏറ്റവും കൂടുതൽ നിർണ്ണയിക്കുന്നത് നമ്മളൊരു 30 മുതൽ 50 വയസ്സ് വരെയുള്ള ഒരു സ്ത്രീകളുടെ ആരോഗ്യം. അതിൽ നമ്മൾ എന്തൊക്കെ ചെക്കപ്പുകൾ ചെയ്യണം, എപ്പോഴാണ് ഒരു ബ്ലീഡിങ്, എന്ത് നോർമലാണ് എന്ത് അബ്നോർമലാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാം, പലപ്പോഴും ഈ കൗമാരപ്രായത്തിൽ കിട്ടുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും ഈ ആർത്തവവിരാമത്തിനോടനുബന്ധിച്ച് കിട്ടാറില്ല. സ്ത്രീകൾക്ക് ആ ഒരു അവരും കൊടുക്കാറില്ല, ചുറ്റുപാടുമുള്ളവർ നൽകാറുമില്ല. അതെ, മനസ്സിലാക്കാറുമില്ല പലപ്പോഴും. അതായത് കൗമാര കാലഘട്ടത്തിൽ കിട്ടുന്ന അത്രയും ഒരു ശ്രദ്ധ പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കഴിയുമ്പോൾ മക്കളൊക്കെ ആയി, അപ്പം പലപ്പോഴും ഈ ബ്ലീഡിങ്, എനിക്കുണ്ടാവുന്ന ബ്ലീഡിങ് വളരെ അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും. അപ്പം ഈ ഇങ്ങനെ ബ്ലീഡിങ്, അമിത രക്തസ്രാവം കൂടി ഇപ്പോഴും നമ്മുടെ അടുത്ത് ആശുപത്രികളിൽ ഹീമോഗ്ലോബിൻ ബ്ലീഡിങ് ഒരുപാട് ഉണ്ട്. അത് അത്രയും കാലം അവരത് വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് 6-7 ബ്ലീഡിങ് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് തൊട്ടു നോക്കിയാൽ പലപ്പോഴും ഒരു 3 മാസം 4 മാസം ഒരു ഗർഭത്തിൻ്റെ വലുപ്പത്തിലുള്ള ഗർഭപാത്രത്തിൽ വരുന്ന കട്ടികൾ, ഫൈബ്രോയിഡുകൾ, അപ്പം ഇതൊക്കെ ചിലപ്പം ഉണ്ടെങ്കിലും അവരറിയാതെ പോകുന്നു. അപ്പം അതൊക്കെ നമ്മൾ വളരെയധികം, ഫൈബ്രോയിഡ് മാത്രമല്ല നമുക്ക് അണ്ടാശയത്തിൽ വരുന്ന മുഴകളായാലും, അപ്പം അറിയാതെ പോകരുത്. നമുക്കിപ്പം നമ്മുടെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ മലബന്ധം വരുന്നത്, മൂത്രമൊഴിക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇത് നമ്മുടെ പണ്ടത്തെ നിന്ന് വരുന്ന വ്യത്യാസങ്ങൾ ഒരിക്കലും നമ്മൾ നോർമലൈസ് ചെയ്യരുത്. നമ്മൾ ചില കാര്യങ്ങൾ ഏർലി സിംറ്റംസ് കാണിക്കുമ്പം തന്നെ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ, പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് ശേഷം ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം നമ്മളൊരു ഡോക്ടറെ കാണണം. എപ്പോൾ കാണണം എന്നുള്ളത് ഞാൻ പതുക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പലപ്പോഴും ഈ പ്രീ മെനോപോസിൽ ക്രമം തെറ്റിയ ഒരു ആർത്തവം ഉണ്ടാകാറുണ്ട്. അതിന് ഈ റീസൺസ് എന്തായിരിക്കും? തീർച്ചയായിട്ടും നമുക്കൊരു ബേസിക് ഞാൻ ഒന്നെടുക്കാം. അതായത് നമുക്കൊരു പെൺകുട്ടി ജനിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കും നമുക്കൊരു 6 മില്യൺ ഊസൈറ്റ്സ് നമ്മൾ പറയാം. ഓരോ ഏറ്റവും പ്രൈമോർഡിയൽ ഊസൈറ്റ്സ് എന്ന് പറയും. അണ്ഡങ്ങളുടെ ഏറ്റവും പ്രിമിറ്റീവ് ഫോമാണ്. അത് ജനിച്ചു കഴിയുമ്പോൾ നമുക്കൊരു 1 മില്യൺ, അതായത് അത്രയായിരിക്കും. പക്ഷേ ഒരു കൗമാര കാലഘട്ടത്തിൽ ഒരു സ്ത്രീ എത്തുമ്പോഴത്തേക്കും, ഒരു പെൺകുട്ടി എത്തുമ്പം ആ കുട്ടിയുടെ 2 ഓവറീസിലും കൂടെ നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം അണ്ഡങ്ങളെ കാണുന്നു. കാര്യം വെച്ചാൽ കാലക്രമേണ നമുക്ക് പ്രായമാകും തോറും ഈ അണ്ഡങ്ങളുടെ എണ്ണം കുറഞ്ഞു വരിക. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ആവറേജ് നമുക്കൊരു മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന വയസ്സെന്ന് പറയുന്നത് ഏകദേശം ഒരു 12.5 വയസ്സ് നമ്മൾ കണക്കൂട്ടിയാൽ പോലും പണ്ട് കാലങ്ങളിൽ 12.5 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഒരു 8 വയസ്സിലും 9 വയസ്സിലും ഒക്കെ ആദ്യത്തെ ആർത്തവം വരുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കൂടി വരിക. അപ്പം ആ ഒരു ട്രെൻഡും നമുക്ക് അത്ര ഒരു ആരോഗ്യകരമായിട്ടോ ഒരു നല്ല കാര്യമല്ല ആക്ച്വലി. അപ്പോൾ ആ ഒരു മുന്നേ ഈ പീരീഡ്സ് മുന്നേ വരുന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ 12 വയസ്സ് മുതൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഓരോ മാസവും നമുക്ക് ഓരോ സൈക്കിൾ വരുമ്പോഴും ഏകദേശം 20 മുതൽ 25 ഏകദേശം ഊസൈറ്റ്സ് വെച്ച് നമുക്ക്
അതിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഏകദേശം ഒരു ആർത്തവ വിരാമത്തിൻ്റെ സമയം എത്തുമ്പോഴത്തേക്കും ആ ലേഡിയിൽ പലപ്പോഴും ഒരു 1000 അല്ലെങ്കിൽ 2000 ഊസൈറ്റ്സേ ബാക്കി കാണത്തുള്ളൂ. അപ്പം എല്ലാ മാസവും നമുക്ക് ഈ ആദ്യം ഒരു മെൻസസ് നോർമലി വരുമ്പം ആദ്യം കുറേ 20 ഊസൈറ്റ്സ് ചേർന്ന് അവർ ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാക്കും. അതിൽ ഒരേ ഒരു ഊസൈറ്റ് മാത്രമേ നമുക്കത് പൊട്ടി ആ അണ്ഡം പുറത്തേക്ക് വരത്തുള്ളൂ. പൊട്ടി അണ്ഡം പുറത്തേക്ക് വരുന്നു, അതിന് ചുറ്റുമുള്ള ബാക്കി കോശങ്ങൾ നമുക്ക് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാക്കും. അപ്പോൾ ഈ 2 ഹോർമോൺസും നമുക്കൊരു നോർമൽ ബ്ലീഡിങ് ഉണ്ടായി ഒരു നോർമലായിട്ടുള്ള ഒരു പീരീഡ്സ് വരാനായിട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. എപ്പോൾ അതായത് എണ്ണം കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു ഫോളിക്കിൾ മാത്രമായി വളർന്നു വന്ന് അത് പൊട്ടാനായിട്ടുള്ള അത്രയും ഹോർമോൺസ് ഉണ്ടാവാനുള്ള ഈ എണ്ണം കുറയുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഫോളിക്കിളിൻ്റെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ ഈ മെനോപോസ് ആകുമ്പോഴത്തേക്കും നമുക്ക് അണ്ഡം ഉണ്ടായി പൊട്ടി ഒരു ഓവുലേഷൻ നടക്കാതെ വരുന്നത്. അതാണ് അനോവുലേറ്ററി സൈക്കിൾസ് നമ്മൾ പറയും. ഈ അനോവുലേറ്ററി സൈക്കിൾസിനെ സംബന്ധിച്ചോളം പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ തീരെ കുറഞ്ഞു വരും. ഈസ്ട്രജൻ മുൻപന്തിയിൽ നിൽക്കുകയും പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ തീരെ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലെ ഭിത്തിക്ക്, അതായത് ഉള്ളിലെ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ ചെറിയ പാളിയുണ്ട്. അപ്പോൾ ആ പാളിയാണ് നമുക്ക് എല്ലാ മാസവും ഉണ്ടാവുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാളിക്ക് കട്ടി കൂടുതൽ വരാൻ തുടങ്ങും. അപ്പോഴാണ് പലപ്പോഴും സ്ത്രീകൾ ഈ ബ്ലീഡിങ് ആദ്യമായി കൂടി വരുന്നത് ശ്രദ്ധിക്കുന്നത്. അപ്പം എല്ലാവരും പറയും അതെൻ്റെ മെൻസസ് നിൽക്കാറാവുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ആൾക്കാരതിനെ എല്ലായ്പ്പോഴും നമുക്ക് നിൽക്കുന്നത് തന്നെ ആയിരിക്കണം എന്നില്ല. പിന്നെ അപ്പോൾ ഒന്ന് അതാണ് ബേസിക്കലി കട്ടി കൂടുതൽ വരുന്നതും അങ്ങനെയാണ്. ചില സ്ത്രീകളിൽ ഈ ബ്ലീഡിങ് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞത് ഈ ആർത്തവവിരാമത്തിന് തൊട്ട് മുന്നേ ബ്ലീഡിങ് കൂടി വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഗതിയാണ്. പക്ഷേ ചില സ്ത്രീകളിൽ നമ്മൾ എൻഡോമെട്രിയൽ തിക്നെസ് എന്ന് പറയും, ആ ഒരു കട്ടി നമ്മൾ ഈ പറഞ്ഞതൊക്കെ കട്ടി കൂടുതൽ വരുമ്പോഴാണ് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ഡോക്ടർമാരെ സമീപിക്കുകയും നമ്മൾ നോക്കുമ്പോൾ കട്ടി കൂടുതലുള്ള അപ്പം നമ്മളൊരു ബയോപ്സി അവർക്ക് അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ സാധാരണ ബാക്കി പറഞ്ഞാൽ DNC എന്നൊക്കെ പറഞ്ഞൊക്കെ അപ്പം അങ്ങനെ അഡ്വൈസ് ചെയ്ത് അപ്പോഴാണ് നമ്മളൊരു ബയോപ്സി എടുക്കണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിത് എങ്ങും കാണിക്കാതെ അത് കൊണ്ട് നടന്ന് നമുക്ക് അത്രയും രക്തം അത്രയും മാസങ്ങളോളം അവരൊക്കെ ഇപ്പം നിൽക്കും, നാളെ നിൽക്കും, അടുത്ത മാസം നിൽക്കുമായിരിക്കും. അങ്ങനെയില്ല, നമുക്ക് ഒരു ഓവറായിട്ട്, അതായത് പണ്ട് കാലഘട്ടത്തിൽ പറയും 28 ദിവസം കൂടുമ്പോൾ നമ്മുടെ സൈക്കിള് വരണം എന്നുള്ളത്. ഇപ്പം നമുക്ക് അത്രയും സ്ട്രിക്റ്റായിട്ട് നമുക്ക് പറഞ്ഞാൽ ഒരു 24 മുതൽ 38 ദിവസം കൂടുമ്പോൾ വരുന്ന ഒരു സൈക്കിൾ നമുക്ക് നോർമലാണ്, ഒരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ അതിനകത്ത് പക്ഷേ അതിൽ കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സൈക്കിളിന് ഗ്യാപ്പ് കൂടി വരുന്നതായിട്ട് പറയാം. അപ്പം ചിലപ്പോൾ ഈ ആർത്തവവിരാമത്തിന് മുന്നേ ചിലർക്ക് വളരെ നോർമലായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ സ്ത്രീകൾ മെനോപോസിലേക്ക് പോകാറുണ്ട്. അത് വളരെ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ചിലരെ സംബന്ധിച്ചോളം ഈ സൈക്കിൾസ് ആദ്യം ഷോർട്ടായി വരാൻ തുടങ്ങും. ചിലർക്ക് പണ്ട് 28 ദിവസവും അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോൾ വന്നുകൊണ്ടിരുന്ന ആൾക്കാർ ചിലപ്പോൾ 21 ദിവസവും ചിലപ്പോൾ 15 ദിവസം കൂടുമ്പോൾ പിന്നെയും ഓവറായിട്ടുള്ള ബ്ലീഡിങ് ആയിട്ട് വരും. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിരിക്കണം, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. കാര്യം എപ്പോഴും ഇത് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ ഇതിനോടനുബന്ധിച്ച് ചെറിയ പോളിപ്പുകൾ, യൂട്രസിൻ്റെ ഭിത്തിക്കകത്ത് ചെറിയ കുഞ്ഞു തടുപ്പുകളായിട്ട് വളർന്ന പോളിപ്പുകൾ, അപ്പോൾ അതിൻ്റെ സൈസ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പോളിപ്പ് റിമൂവ് ചെയ്യണം. പ്രത്യേകിച്ചും നമുക്ക് സിംറ്റംസ് ഉള്ളപ്പോൾ 1 സെൻറ്റിമീറ്റർ കൂടുതലുള്ളൊരു പോളിപ്പാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു റിമൂവ്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുകയും അത് ബയോപ്സിക്ക് വിടുകയും വേണം. പിന്നെ അത് ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം, നമ്മൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് നമ്മളൊരിങ്ങനെ ഒരു ബുദ്ധിമുട്ടായി ചെന്ന് ഒരു സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന അടുത്ത ഒരു കോമൺ ആയിട്ട് വരുന്ന സംഗതി അഡിനോമയോസിസ് നമ്മൾ പറയും. അതായത് യൂട്രസിൻ്റെ ഭിത്തിയുടെ കട്ടി കൂടുതലാണത്. അത് എല്ലാ മാസവും പീരീഡ് ആവുമ്പോൾ നമുക്ക് ഈ പൊഴിഞ്ഞു പോകുന്ന ആ ഒരു ലെയറിൻ്റെ കുറച്ച് പാർട്ട്, ഒരു കണിക എന്ന് പറയുന്നത് നമ്മുടെ ഭിത്തിക്കകത്തേക്ക്, യൂട്രസിൻ്റെ മസിൽ വെച്ചുണ്ടാക്കിയൊരു ഓർഗനാണ് യൂട്രസ്. അപ്പോൾ ഈ മസിലിനുള്ളിലേക്ക് വളരുകയും അത് എല്ലാ മാസവും പീരീഡ് ആകുമ്പോൾ പോകുന്ന നമുക്ക് കുറച്ച് പാർട്ട് ബ്ലഡ് ഈ ഭിത്തിയുടെ ഉള്ളിലെ മസിലിൻ്റെ ഉള്ളിലേക്കും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കുറേ വർഷങ്ങൾ, ഒരു 5-10 വർഷം കഴിയുമ്പം ആ ബ്ലീഡ് ചെയ്തിരുന്ന ഭാഗത്ത് കട്ടി കൂടി വരികയും അതൊരു ഫൈബ്രസ്, ഒരു സ്കാറിൻ്റെ ടിഷ്യൂ പോലെ കട്ടി കൂടി ഇങ്ങനെ വരികയും ചെയ്യും. അതിനോടനുബന്ധിച്ച് തന്നെ അമിതമായിട്ടുള്ള വേദന, ഈ ഒരുപാട് ക്ലോട്ടായിട്ടും ബ്ലീഡിംഗ് ആയിട്ടും ഉള്ള നീണ്ടു നിൽക്കുന്ന രക്തസ്രാവം, ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. ഈ അഡിനോമയോസിസ് എന്ന് പറയുന്നതും ക്യാൻസർ അല്ല, പക്ഷെ നമ്മളത് ടെസ്റ്റ് ചെയ്യണം എപ്പോഴും. ഒരു ശതമാനം നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു 5 മുതൽ 10% ചാൻസ് എപ്പോഴും ഈ ആർത്തവ വിരാമത്തിന് തൊട്ട് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ എല്ലാ ബ്ലീഡിങ്ങും നമുക്ക്
ഉള്ളതാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു 5 മുതൽ 10% ചാൻസ് എപ്പോഴും നമുക്ക് ക്യാൻസറിൻ്റെതായിട്ട് റിസ്ക് ഉണ്ട്. അപ്പോൾ ഒരു 5 to 10% ക്യാൻസേഴ്സ് നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. കാര്യം ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ല പ്രൊഗ്നോസിസ്, അതായത് രോഗിക്ക് നല്ലൊരു ലൈഫ് സ്പാൻ നമുക്ക് കിട്ടുന്ന സർജിക്കൽ ഒരു മെത്തേഡ്, അതായത് സർജറി ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അസുഖം കൂടെയാണ് യൂട്രസിന് വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ രക്തസ്രാവത്തെ നമ്മൾ ഒരിക്കലും നോർമലൈസ് ചെയ്യുന്നത് നല്ലതല്ല. ഓക്കെ മാം പലപ്പോഴും ഇപ്പം മാം പറഞ്ഞ പോലെ സ്ത്രീകൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു. ആർത്തവം എന്താണ്, ആർത്തവ വിരാമത്തിന് മുൻപ് വരുന്ന ബ്ലീഡിങ് എന്താണെന്നുള്ളത്. അപ്പം ഈ ആർത്തവം എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഓൾമോസ്റ്റ് 7 days നിൽക്കുകയാണ്. അല്ല, ബ്ലീഡിങ് ആണെങ്കിൽ ഇത് എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും? നമ്മൾ സാധാരണ പറയുന്നത് വെച്ചാൽ അതൊരു 7 മുതൽ 9 ദിവസത്തിനകം നിൽക്കുന്ന ബ്ലീഡിങ് നമുക്ക് കുഴപ്പമില്ല, അതായത് ബ്ലീഡിങ് നോർമൽ എന്ന് പറയും. പക്ഷേ അതായത് ആ ബ്ലീഡിങ്ങിൻ്റെ ഡ്യൂറേഷനാണ് ഇപ്പം നമ്മൾ പറയുന്നത്. പിന്നെ ബ്ലീഡിങ് വരുന്ന, അതായത് ഈ സൈക്കിള്, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂറേഷൻ ഓഫ് ദ സൈക്കിൾ, അതാണ് പറഞ്ഞ 24 ദിവസം അല്ലെങ്കിൽ 38 ദിവസം കൂടി വരുമ്പം വരുന്ന സൈക്കിൾ നോർമലാണ്. പിന്നെ സൈക്കിൾ നമ്മൾ വരുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ഒരു മില്ലി ലിറ്റർ കണക്കിൽ നമുക്ക് പണ്ട് കാലങ്ങളിൽ അങ്ങനെ പറയുമായിരുന്നു. പക്ഷേ നമുക്ക് പലപ്പോഴും സ്ത്രീകളുടെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ്, അതായത് നമുക്ക് ഇപ്പം ഉറക്കത്തിൽ നിന്ന് തന്നെ എണീറ്റ് പാഡ് മാറ്റാൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എണീക്കേണ്ടി വരുന്നത്, ഫില്ല് ചെയ്ത് രാത്രിയായാലും സ്പിൽ ഓവർ വരുന്നു, അതായത് സ്റ്റെയിൻ ചെയ്യുന്നുണ്ട് വസ്ത്രങ്ങൾ, ബ്ലഡ് രക്തക്കറ പുരണ്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് ഒരിക്കലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരുപാട് കട്ടയായിട്ട് ക്ലോത്ത്സ് പോകുന്നുണ്ട്. ഡെയിലി പകൽ സമയത്ത് തന്നെ 4-5 പാഡ് വെച്ച് മാറേണ്ടി വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ അമിത രക്തസ്രാവമാണ്. ഇപ്പോഴത്തെ നമ്മുടെ പഠനങ്ങൾ പ്രകാരം പറയുന്നത് വെച്ചാൽ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ബ്ലീഡിങ് എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് നമ്മുടെ നല്ലൊരു ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഒരു ശ്രോതാ കൂടി ലൈനിൽ ചേരുന്നത്. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ സോഫിയ. എനിക്ക് എല്ലാ മാസം 37 വയസ്സുണ്ട്. എനിക്ക് എല്ലാ മാസവും റെഗുലർ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ചില മാസങ്ങളിൽ ഇന്ന് രാവിലെ തുടങ്ങിയാൽ വൈകിട്ടാകുമ്പോൾ സ്റ്റോപ്പ് ആവും. പിന്നെ ഇല്ല, ഒരു ദിവസമേ ഉള്ളൂ. ചില മാസങ്ങളിൽ 1.5 ദിവസമുണ്ട്, ചില മാസങ്ങളിൽ 3 ദിവസമുണ്ട്. അതെന്താ മാഡം അങ്ങനെ? നമുക്ക് 3 ദിവസവും ഈ 1.5 ദിവസവും വരുന്ന ബ്ലീഡിങ് അത് നോർമലാണ്. പക്ഷേ ഈ 1.5 ദിവസം വരുന്ന ബ്ലീഡിങ്ങിലൊക്കെ വളരെ കുറേശ്ശെ ആയിട്ട് ബ്ലീഡിങ് ഉള്ളോ? അത് എങ്ങനെയാണ്? കുറച്ചേ ഉള്ളൂ. ഒരു പാഡ് വെച്ചാൽ മതി, രാവിലെ വെച്ചാൽ രാത്രി വരെ കുഴപ്പമില്ല. രണ്ടാമത്തെ ദിവസമാണ് ഫുള്ള് നല്ല ബ്ലീഡിങ് ആയിട്ട് വരുന്നത്. അത് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എല്ലാ സൈക്കിളും നമ്മൾ പ്രായമാവും തോറും ഞാൻ പറഞ്ഞില്ലേ, ചില സ്ത്രീകൾ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പതുക്കെ അവർ കറക്റ്റായിട്ട് സൈക്കിളൊന്നും കറക്റ്റായിട്ട് അവരൊരു മെനോപോസിലേക്ക് പൊക്കോളും. പക്ഷേ ചില ആൾക്കാരിൽ ഈ ഒരു പാറ്റേൺ മാറി വരുന്നെന്നുള്ള ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ താങ്കൾക്ക് 1.5 ദിവസവും 3 ദിവസവും കൂടുമ്പോൾ ആ ഒരു നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് നോർമലാണ് കേട്ടോ, അതിൽ പേടിക്കാനായിട്ടില്ല. പക്ഷേ ഒരുപാട് കട്ടയായിട്ടോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ? ഒരുപാട് ക്ലോട്ട്സ് ആയിട്ട് യൂറിൻ പോകുന്നതൊക്കെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ ജോലിക്കായിട്ടൊക്കെ പോകാനൊന്നും ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും വരുന്നില്ല, പാഡ് വെച്ച് മാത്രം മതി, കുഴപ്പമില്ല. അങ്ങനെ മതി. പിന്നെ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട്, കഴിഞ്ഞ മാസം 2 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു പൊട്ട് പോലെ ചെറുതായിട്ടൊന്ന് തോന്നി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ബ്ലീഡിങ് ആയിരുന്നു. അത് സാധാരണ കുറച്ച് നേരത്തെ വന്നോ പീരീഡ്? നേരത്തെ ആയിരുന്നോ പീരീഡ്? എനിക്ക് മാസം ആദ്യമായിരുന്നു. ഒരു 20-ന് ശേഷം, കഴിഞ്ഞ മാസം 20-ന് ശേഷം ഒരു പൊട്ട് പോലെ, ഞാൻ ഇങ്ങനെ ടെറസ് കയറി ഇറങ്ങിയ പൊട്ട് പോലെ പോയി. ഞാൻ പറ്റി ഡിസ്ചാർജ് ആയിരിക്കും, പക്ഷെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡിസ്ചാർജ് അല്ല. ബ്രൗൺ നിറത്തിലായിരുന്നു, അതും നല്ല ചുമന്ന നിറത്തിൽ തന്നെയായിരുന്നു വന്നത്. അത് ഓർമ്മയില്ല. സാധാരണഗതിയിൽ നമ്മൾ 2 കാര്യങ്ങൾ നോക്കാം. അപ്പൊ ചിലപ്പം ഈ ചെറിയ ഇൻഫെക്ഷനുകൾ നമുക്ക് വരും യോനി ഭാഗത്ത്, വജൈനൽ ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജോ കാര്യങ്ങളോ ഉള്ള ആളാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്ചാർജ് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. നമ്മൾ ഈ യൂട്രസിനെ നോക്കുന്ന അതേ പ്രാധാന്യത്തോടെ നമുക്ക് ഈ സെർവിക്സും നോക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പോട്ടിങ് ഇനിയും വരുന്ന മാസമുറകൾ വരുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു 15-20 ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഒരു പൊട്ട് പോലെ ഇനിയും വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലോട് കൂടിയ ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ഒന്ന് ഉള്ളു പരിശോധിക്കുക. നമ്മൾ സാധാരണ ഇല്ല, എല്ലാ ഉള്ളു പരിശോധന നമ്മൾ പേടിക്കാൻ ഓടേണ്ട വേണ്ട. നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു പരിശോധന നടപടിയാണത്. അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാ
പ്രശ്നങ്ങളും നമുക്കൊരു സ്കാൻ എടുത്ത് അറിയാനും പറ്റത്തില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ സെർവിക്സിൻ്റെ നമ്മൾ ഈ ഗർഭാശയ മുഖം ഉണ്ടല്ലോ, അത് നമ്മളെ കണ്ണ് വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റും. അത് അൾട്രാസൗണ്ട് സ്കാനിലോ അല്ലെങ്കിൽ MRI സ്കാനിലോ നമ്മൾ കാണുന്ന ഒരു സംഗതിയില്ല. അപ്പം നമുക്ക് ചെറിയ കോശങ്ങൾക്ക് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെറിയ ചുമപ്പ്, നമ്മൾ ചെറിയ മുറിവ് പോലെ വരും, നമുക്ക് ഇറോഷൻ നമ്മൾ പറയും. ഈ നീണ്ടു നിൽക്കുന്ന കുറേ നാൾ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നിൽക്കുമ്പോഴായാലും നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് നോർമൽ ഒരു ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ പാപ്സ്മിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാപ്സ്മിയർ എടുക്കണമെങ്കിൽ നമുക്ക് ഉള്ളു പരിശോധിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. പലപ്പോഴും നമുക്കൊരു വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ബ്ലീഡിങ് പാറ്റേണിലൊന്ന് ഇത് വരുമ്പോഴും അല്ലാതെ തന്നെ നമ്മൾ ആക്ച്വലി നമ്മുടെ സ്ത്രീകൾ 3 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു തവണ പാപ്സ്മിയർ എടുത്ത് നോക്കേണ്ടതാണ്. അപ്പം അത് കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലെ ലേഡീസും ചെയ്യേണ്ടതാണ്. അപ്പം എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ സ്പോട്ടിങ് ഇനിയും വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഒന്ന് ഉള്ളു പരിശോധിക്കുക. ധൈര്യമായിട്ട് ഉള്ളു പരിശോധിച്ചോ, ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല കുത്തി വയറുവേദന ഉണ്ട്. അതാണ് ചോദിച്ചത്. പീരീഡ് സമയത്തല്ലാത്ത അങ്ങനെ ഒരു കുത്തി വയറുവേദനയും മൂത്രം പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു പുകച്ചില്, ഞാൻ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കാണിച്ചു. അതാണ് നമ്മൾ ഈ വജൈനൽ ഇൻഫെക്ഷൻ വരുമ്പോഴും ഇതേപോലെ ഒരു കുത്തി വലിച്ചിലുള്ള വേദന. അപ്പോൾ ചിലപ്പോൾ വളരെ റയറായിട്ട് ഈ ഇൻഫെക്ഷൻ യൂട്രസിന്റെ ഉള്ളിലോട്ടും ബാധിക്കാം ട്യൂബ് വഴി. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലത്തെ കുത്തി വലിച്ചുള്ള വേദനയും ചെറിയ സ്പോട്ടിങ് പോലുള്ള ആ ഡിസ്ചാർജിന്റെ കൂട്ടത്തിൽ വരിക, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ഉള്ളു പരിശോധന ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ മാം, അപ്പം നമ്മളുടെ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഫൈബ്രോയിഡുകളെ കുറിച്ച്. മാം, ഫൈബ്രോയിഡ് എന്ന് പറയുമ്പം എല്ലാവർക്കും നമുക്കറിയാം ചില കേസുകൾ പേടിക്കേണ്ടതായിട്ടുണ്ട്, ചിലത് നമ്മൾ വലിയ പ്രോബ്ലം ഇല്ലാത്ത ഫൈബ്രോയിഡ്സ് ഉണ്ട്. മാം, എന്താണ് ഫൈബ്രോയിഡ്സ്, അതിൻ്റെ ഒരു റീസൺ എന്താണ്? ഫൈബ്രോയിഡുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ തന്നെ നമുക്ക് OP-യിൽ വരുന്ന ഈ അമിത രക്തസ്രാവം, നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള നമ്മുടെ ലേഡീസ് അമിത രക്തസ്രാവമായിട്ട് വരുമ്പം അതിലൊരു 10-ൽ 6 പേർക്ക് എടുത്തു നോക്കിയാലും ഒരു ഫൈബ്രോയിഡ് പല വലിപ്പത്തിലുള്ള, ചിലർക്ക് ചെറുതായിരിക്കും, ചിലർക്ക് വലുതുമായിരിക്കും. അപ്പോൾ ചിലരിലത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ചിലരിലത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോൾ വെറുതെ ഒരു സ്കാൻ എടുത്തപ്പോഴായിരിക്കും ഒരു ഫൈബ്രോയിഡ് കണ്ടുപിടിച്ചത്, അങ്ങനെ വരും. ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഗർഭപാത്രത്തിൽ ആ ഭിത്തിയിലെ മസിലിൻ്റെ ഒരു കട്ടി ആണ്, മസിലിൻ്റെ ആ ഒരു കട്ടി കൂടുതൽ വന്ന് അപ്പോൾ ഇരുന്ന് അതൊരു ചെറിയ വലിപ്പം വെച്ച് ഓരോ വർഷം കൂടുമ്പോഴും സാധാരണഗതിയിൽ 99.9% ഫൈബ്രോയിഡുകൾ ക്യാൻസറസ് അല്ല. പക്ഷേ ഒരു 0.1% നമ്മൾ പറയും, അതായത് ഒരു ബിനൈൻ എന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസറസ് അല്ലാതെ നോൺ ക്യാൻസറസ് ആയിട്ടുള്ളൊരു കട്ടിയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം അതായത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, പ്രത്യേകിച്ച് യൂട്രസിൻ്റെ അസുഖങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡ്, പ്രത്യേകിച്ച് അമ്മയുടെ മെറ്റേണൽ സൈഡ് നമ്മൾ പറയും, അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർക്ക് അവർക്കൊക്കെ യൂട്രസിന് ക്യാൻസർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓവറിക്ക് ക്യാൻസർ, ബ്രസ്റ്റിന് ക്യാൻസർ, കുടലിന് അല്ലെങ്കിൽ ആണുങ്ങൾക്കായാലും കുടലിൻ്റെ ക്യാൻസർ, വൻകുടലിൻ്റെ ക്യാൻസർ, ഇത് ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമുള്ളവർ നമ്മുടെ ഈ അമിത രക്തസ്രാവം വരുമ്പം തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കണ്ടിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ കുറച്ചധികം ആൾക്കാർക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് അവർക്കൊരു യങ് ഏജിൽ, അതായത് ഒരു 45 വയസ്സിന് മുന്നേ തന്നെ ഇങ്ങനെ ക്യാൻസർ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് പലപ്പോഴും ഈ യൂട്രസിൻ്റെ ബ്രസ്റ്റ്, ഓവറി, കുടലിൻ്റെ ക്യാൻസർ, ഇവരെല്ലാവരും ഒരേ ജനറ്റിക് ഒരു ഡിസ്പോസിഷനുള്ള ഒരു സംഘം. അപ്പോൾ അത് നമുക്ക് പിന്നെ മക്കളിൽ താഴോട്ടുള്ള ജനറേഷൻസിൽ നമുക്കത് പാസ് ചെയ്യാം. അതൊരു ജനറ്റിക് മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ജീൻ, നമ്മളുടെ നാട്ടിൽ അധികം ജീൻ സ്റ്റഡീസ് ആക്ച്വലി നടക്കുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ആ ജീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇല്ലാതെ ഇങ്ങനെ നമുക്കൊരു ബ്ലീഡിങ് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നതും നമ്മൾ 99.9% ഒരു കുഴപ്പമില്ലാത്ത സംഘം. അപ്പോൾ പെട്ടെന്ന് പേഷ്യൻസ് നമ്മൾ അയ്യോ ഡോക്ടർ എനിക്ക് യൂട്രസിന് മുഴയുണ്ട് അല്ലെങ്കിൽ അത് ക്യാൻസർ ആണോ എന്നവർ ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു സാധാരണഗതിയിൽ ഒരു അൾട്രാസൗണ്ടിലെ ഒരു സ്കാനും പിന്നെ രോഗിയുടെ നമ്മൾ ഹിസ്റ്ററി എടുക്കും, അവരൊരു ഈ പറയുന്ന ഹൈ റിസ്ക് എന്തെങ്കിലും ഉള്ള ആൾക്കാരാണോ നോക്കും. അതായത് ഓരോരുത്തർക്കും ഇങ്ങനെ റിസ്ക് കാറ്റഗറൈസേഷൻ നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിസ്കുകളുള്ള പേഷ്യൻ്റാണ്, നല്ല അമിത വണ്ണമുള്ള ആൾക്കാരാണ്, ഷുഗർ, പ്രഷർ, അങ്ങനെ മറ്റ് അസുഖങ്ങളുള്ളവരാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവരെ സമയത്തോളം നമ്മൾ കുറച്ചൊന്ന് കോഷ്യസ് ആവും. അപ്പം പിന്നെ ഓരോ ഫൈബ്രോയിഡിൻ്റെ വലിപ്പം, അതുണ്ടാക്കുന്ന സിംറ്റംസ്, മിക്ക ആൾക്കാരിലും ഈ ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഫൈബ്രോയിഡ്സ് ഇച്ചിരി ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് പലപ്പോഴും അമിത രക്തസ്രാവം ഉണ്ടാക്കാറുണ്ട്. ചെറുതാണെങ്കിൽ പോലും ചിലത് നമ്മൾ സബ്മ്യൂക്കോസൽ ഫൈബ്രോയിഡ്, 3 തരം ഫൈബ്രോയിഡിൽ ഒന്ന് ഈ അകത്തോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് ചെറുതാണെങ്കിലും വളരെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാക്കാം. അപ്പോൾ അതിൽ നമുക്ക് എല്ലാത്തിനും
സർജറി വേണമെന്നില്ല, മരുന്നുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും. അപ്പോൾ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ഈ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ബയോപ്സി എടുക്കും. ബയോപ്സി എടുത്തിട്ട് അത് നോർമലാണോ, എങ്ങനെയുണ്ട്, ഹോർമോണൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ക്യാൻസറസ് ഒന്നും ലീഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഗുളികകൾ അത് ഹോർമോണലാവാൻ അല്ലെങ്കിൽ നോൺ ഹോർമോണൽ മെഡിസിൻസ് ആവാം നമ്മൾ രോഗികൾ പലപ്പോഴും കൊടുക്കാറുണ്ട്. കുറേ പേർക്കെങ്കിലും അതിൽ ആശ്വാസം കിട്ടാറുമുണ്ട്. എന്നിട്ടൊരു 5 സെൻറ്റിമീറ്റർ താഴെയുള്ള ഫൈബ്രോയിഡാണ്, അവർക്ക് അതിൽ മരുന്നുകൾ കഴിച്ചിട്ടൊരു ആശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ വർഷത്തിലെങ്കിലും ഒരു സ്കാൻ എടുത്ത് നോക്കണം. ഈ ഫൈബ്രോയിഡിൻ്റെ സൈസ് എത്രത്തോളം കൂടുന്നുണ്ട്, ഒരു പെട്ടെന്നുള്ള സൈസ് കൂടൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള സിംറ്റംസിലുണ്ടാകുന്ന വ്യത്യാസം, ഭക്ഷണം കഴിക്കാനുണ്ടാകുന്ന വ്യത്യാസം, അതൊക്കെ പലപ്പോഴും ഫൈബ്രോയിഡിനുണ്ടാവുന്ന അതിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം എപ്പോഴും ഒരു വർഷത്തിലൊരിക്കൽ ഫൈബ്രോയിഡ്സ് ഉള്ളവർ ഒരു സ്കാൻ എടുക്കുക, ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ഒരു സ്കാൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാം, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ, എനിക്ക് പറഞ്ഞു. ഇപ്പം 43 വയസ്സുണ്ട്. ആ ആ അപ്പോൾ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഡെലിവറി ആയിട്ട് നടന്നത്. 37 വയസ്സിലായിരുന്നു മോനെ പ്രസവിച്ചത്. അപ്പോഴത്തെ മോനെ പ്രസവിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് നടുവേദന പോലെ വന്നു. നടുവേദന വന്ന് അങ്ങനെ ഡോക്ടറെ കണ്ട് നടുവേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചു. മുന്നോട്ടൊന്ന് മാറ്റം വരാനും വയറൊന്ന് സ്കാൻ എടുത്ത് നോക്കിയപ്പോഴാണ് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞത്. അതെ. ഫൈബ്രോയിഡ് അത് 24 mm ഉള്ളു, അത്രയും വളർച്ചയൊക്കെ ഉള്ളു. പക്ഷെ അത് അങ്ങനെ തന്നെ നിൽക്കുക, അതിന് വളർച്ചയോ ഇതായിട്ടൊന്നുമില്ല. ബ്ലീഡിംഗ് ഒക്കെ കറക്റ്റ്. മരുന്നൊക്കെ കഴിച്ചപ്പം തൈറോയിഡിനെയും മറ്റേ നടുവേദന പ്രശ്നങ്ങളൊക്കെ കുറെയൊക്കെ മാറി കിട്ടി. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. യൂറിൻ ഇൻഫെക്ഷനും വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ വർഷം തോറും അത് സ്കാൻ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഫൈബ്രോയിഡിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാനിപ്പം സ്കാൻ എടുത്തിട്ട് 1 വർഷത്തോളം ആവാൻ പോകുന്നു. പക്ഷെ ഇപ്പൊ ഒരു 3-4 മാസം കൊണ്ട് എനിക്ക് പീരിയഡ്സ് ആവുമ്പോൾ ഭയങ്കര കട്ടിക്ക് ഇതുപോലെ ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് ചിലപ്പോൾ നമുക്ക് 5-6 ദിവസം പോകേണ്ട ബ്ലീഡിങ് ഒരു 2 ദിവസം കൊണ്ടൊക്കെ കൂടുതലായിട്ട് പോകുന്നുണ്ട്. അന്നത്തെ ഈ ഫൈബ്രോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ഈ ഇച്ചിരി സംയുക്ത, അതായത് ഇച്ചിരി ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന തരം ഫൈബ്രോയിഡ് ആണോ അത് അറിയില്ലായിരിക്കും അല്ലേ? അറിയത്തില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിപ്പം കൂടാതിരിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെ. കാര്യം അത് സാധാരണ ഫൈബ്രോയിഡ്സ് അങ്ങനെയാണ്, ഒരു 1 അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോൾ അതൊരു 5 മുതൽ 1 സെന്റിമീറ്റർ 0.5 to 1 സെന്റിമീറ്റർ സൈസ് വരെയൊക്കെ അത് വലിപ്പം കൂടത്തുള്ളൂ. സാധാരണ നമുക്ക് ഈ മെൻസസ് വരുന്നിടത്തോളം കാലം, ഈ ഹോർമോൺസ് ഉള്ളത്തോളം കാലം ഈ ഫൈബ്രോയിഡിന് കുറച്ചായിട്ട് വലിപ്പം കൂടുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ഇപ്പം എന്തായാലും 24 മില്ലിമീറ്റർ ആയിട്ട് തന്നെ നിൽക്കുന്നത് ഒരു നല്ല കാര്യം തന്നെ. ഇപ്പോൾ പക്ഷേ ഈ ബ്ലീഡിങ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫൈബ്രോയിഡ് തന്നെ ആകണം എന്നില്ല അതിനുള്ള കാരണം. ചിലപ്പോൾ നമുക്ക് ഈ മാസമുറ എല്ലാ മാസം, ഞാൻ പറഞ്ഞില്ലേ, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത ചില മാസങ്ങൾ വരും. ഒരു വർഷത്തിലെ എല്ലാ മാസവും നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ ഓവുലേഷൻ ആവത്തില്ല. അപ്പോൾ ഈ ഓവുലേഷൻ ആവാത്തപ്പം ആ ഒരു തലേന്നത്തെ മാസം കുറച്ച് കട്ടി കൂടുതൽ വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കട്ടി കൂടുതൽ കൊണ്ടാണോ ഇപ്പോൾ ഈ ഇടവിട്ട് ഈ വരുന്ന സൈക്കിളുകളിൽ ഈ അമിതമായിട്ട് ഇങ്ങനെ ഒരുപാട് ക്ലോട്ടായിട്ട് പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പം അത് ഒരു ഡോക്ടറെ കാണിക്കണം. നമുക്ക് എന്തായാലും ഇപ്പോൾ 1 വർഷം ആയെങ്കിൽ നമുക്കൊരു ഫോളോ അപ്പ് അൾട്രാസൗണ്ടും ഒരു പരിശോധനയും വേണം, ഒരു അൾട്രാസൗണ്ടും നോക്കുക. പിന്നെ തൈറോയിഡിന്റെ അസുഖം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തന്നെ ഇല്ല. തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തൈറോയിഡും കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഷുഗർ, ഡയബറ്റിസ് എന്തെങ്കിലും ഉണ്ടോ? ഡയബറ്റിസ് ഉണ്ട്, ആയതാണ്. ഷുഗർ കൺട്രോൾഡ് ആണോ? കൺട്രോൾഡ് ആണ്. ഷുഗർ കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ അമിത വണ്ണം ഉള്ള ആളാണെങ്കിൽ വണ്ണം കുറയ്ക്കുന്നതിനും വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. കാര്യം അതിനെല്ലാം ഞാൻ ഈ പറഞ്ഞ ബ്ലീഡിങ്ങുമായിട്ട് റിലേഷനുണ്ട്. അമിത വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ താളം തെറ്റിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഓവുലേഷൻ പോകുമ്പോൾ നമുക്ക് ഈ കട്ടിക്കൂടുതലും യൂട്രസിൻ്റെ ഭിത്തിയിലെ കട്ടിക്കൂടുതലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അതുകൊണ്ട് വണ്ണമുള്ള ആളാണെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള എക്സസൈസ്, ഭക്ഷണ നിയന്ത്രണം എല്ലാം തീർച്ചയായിട്ടും അത് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക. നല്ല രീതിയിൽ ഒരു ഡെയിലി 40 മിനിറ്റ് തന്നെ എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യുക. അത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും ഒരു ഡോക്ടറെ ഒന്ന് കണ്ടേക്കും. കാര്യം ഒരു 3 സൈക്കിളായിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞൊരു 3 സൈക്കിളായിട്ട് അതേ പാറ്റേണിൽ രക്തസ്രാവം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര കട്ടി കൂടുതലും ഏതാ എന്തിനാ ഭയങ്കര കളർ കൂടുതൽ, ഭയങ്കര രക്തത്തിന് കട്ടി കൂടുതലാണ്. അല്ല, പേടിക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സംഗതി വളരെ തുടക്കത്തിൽ നമ്മൾ 3 സൈക്കിളായിട്ട് വരുന്നെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കുക. നമുക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നം, മരുന്ന് കഴിച്ചാൽ എല്ലാത്തിനും ഓപ്പറേഷൻ വേണമെന്നൊന്നുമില്ല. അപ്പം മരുന്ന് കഴിച്ചാൽ തുടക്കത്തിലേ ആണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. എനിക്കെന്ന് വെച്ചാൽ യൂറിൻ ഇൻഫെക്ഷൻ
ഇൻഫെക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ആന്റിബയോട്ടിക് അങ്ങോട്ട് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ഒന്നുമില്ല. ആന്റിബയോട്ടിക് ഒരുപാട് ആകുമ്പോഴത്തേക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ അങ്ങ് കൂടുന്നു. പ്രത്യേകിച്ച് ഷുഗറും കൂടെ ഉള്ളവരാവുമ്പം ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതും കൂടെ ആവുമ്പോ എനിക്ക് അത്രയും അങ്ങ് പറ്റുന്നില്ല. അത് ഇതിക്ക് ഒത്തിരി ടാബ്ലറ്റ് കഴിക്കാനും അല്ല ഇനി അടുത്തൊരു ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഫെക്ഷന്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂറിൻ കൾച്ചറും കൂടി ചെയ്തിട്ട് കൾച്ചറും ചെയ്ത് കഴിഞ്ഞ മാസം ഇതെല്ലാം ചെയ്ത് നോക്കി ഞാൻ. അപ്പൊ ആദ്യം പിന്നെ സാധാ ചെയ്തത് അതില് അപ്പം ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് കൾച്ചറും കൂടെ ചെയ്ത് നോക്കി. അപ്പൊ അത് കഴിച്ച ആന്റിബയോട്ടിക് അതിന് സെൻസിറ്റീവ് ആയിരുന്നോ? വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ആളാണോ? വെള്ളം ഇഷ്ടംപോലെ കുടിക്കും. വെള്ളം ശരിക്കും കുടിക്കും. ഷുഗർ ഉള്ളവർക്ക് പൊതുവേ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ആയാലും മൂത്രത്തിൽ പഴുപ്പ്, അതായത് യൂറിനറി ഇൻഫെക്ഷൻ ആയാലും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ളൊരു സാധ്യത, അതായത് കുറച്ചൊരു ടെൻഡൻസി ഉള്ളവരാണ്. അപ്പം നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഷുഗർ ഒന്ന് ശ്രദ്ധിക്കുക, കൺട്രോളിൽ തന്നെ കൊണ്ടുപോവുക. പിന്നെ ഈ ഉള്ളു പരിശോധനയും കൂടെ ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് ചെയ്യണം. വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരാളെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട ശേഷം എന്തായാലും ഒരു പരിശോധനയും കൂടെ ചെയ്യൂ. കാര്യം ബാക്കി നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പലപ്പോഴും ഈ അസോസിയേറ്റഡ് വജൈനൽ ഇൻഫെക്ഷൻ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ളതും നമുക്കൊന്ന് നോക്കണം. ഓക്കെ മാം, നമ്മൾ തിരിച്ച് ആർത്തവ വിരാമത്തിന് മുൻപ് എന്നുള്ളൊരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കോളുണ്ട്. കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. നമ്മള് 40 വയസ്സിങ്ങനെ പീരീഡ്സ് നിന്നതാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ബന്ധപ്പെടുമ്പോ ഭയങ്കര വേദന, നമുക്കത് പറ്റുന്നില്ല. അതിന് എന്താ ഡോക്ടറെ? 40 വയസ്സായപ്പോഴേ നിന്നതാണ് അല്ലേ? 40 വയസ്സായപ്പോൾ ഈ പീരീഡ് നിൽക്കുന്നതോട് സംബന്ധിച്ച് തന്നെ നമുക്ക് ഈ ഹോർമോൺസ് അങ്ങ് ഒരു ഇച്ചിരി ഏർലി ഏജിൽ തന്നെ അങ്ങ് ഇല്ലാതായല്ലോ. അപ്പം ഈ ഹോർമോൺസ് ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് നമുക്ക് ഈ യോനി ഭാഗത്ത് വജേനയുടെ ആ ഏരിയയിലെല്ലാം കുറച്ചൊരു ചുരുക്കം, നമ്മൾ ഒരു ചുരുക്കം അട്രോഫി നമ്മൾ പറയും. ഈ മൂത്രനാളിയുടെ അവിടെയും വജേനയുടെ കുറച്ചൊരു ചുരുക്കം വരും. അപ്പം അതുമായി അപ്പം ഭയങ്കര ഡ്രൈ ആവുകയും ചെയ്യും. ആ ഒരു ഹോർമോണിന്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. ഇപ്പോഴും യൂട്രസ് വല്ലാണ്ട് പിന്നെ നിന്നതിന് ശേഷം പിന്നെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബ്ലീഡിംഗ് ഒന്നുമില്ല, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? അപ്പം നമുക്ക് നമുക്കത് പറ്റുന്നില്ല, അതാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മൾ ചിലർക്ക് ഇത്തിരി സാധാരണഗതിയിൽ കുറച്ചൊരു ചുരുക്കം വരും. പക്ഷെ ചിലരിൽ അത് വളരെ കൂടുതലായിട്ട് വന്നിട്ട് ചുമന്ന് ഇങ്ങനെ വിണ്ട് കീറാനായിട്ടൊരു ടെൻഡൻസി വരും നമ്മള് യോനി ഭാഗത്ത്. അപ്പൊ അതൊരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ യൂട്രസ് നോർമൽ ആണ് എന്നുള്ളത് നമ്മളൊന്ന് അസസ് ചെയ്യണം. നോർമൽ ആണ്, കുഴപ്പമൊന്നും ഇല്ല, നമുക്ക് മറ്റ് റിസ്ക് കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജെല്ലികളുണ്ട്. സാധാരണഗതിയിൽ വലിയ ചുമപ്പോ മുറിവോ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ജെല്ലികൾ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇല്ല, അട്രോഫിക് വെജൈനൈറ്റിസ് നമ്മൾ പറയുന്ന ഈ സംഗതി വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അതിനൊരു ഓയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓയിൻമെൻറ്റ് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേ ആദ്യം യൂസ് ചെയ്തിട്ട്, അപ്പോൾ അതൊരു ലോക്കൽ ഈസ്ട്രജൻ ക്രീമാണത്. അപ്പോൾ നമുക്ക് ഈ ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഈ വജൈന ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നത്. അപ്പോൾ കുറച്ച് സാധാരണഗതിയിൽ ഒരു 47.5 വയസ്സിന് ശേഷം നമുക്ക് നിൽക്കേണ്ട ഒരു മാസം വരെ കുറച്ച് മുന്നേ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം എത്ര വയസ്സുണ്ട്? 44. അപ്പോൾ കുറച്ച് വർഷങ്ങൾ അങ്ങനെ നിന്നതുകൊണ്ട്, നമുക്ക് നേരത്തെ നിന്നതുകൊണ്ട് വരുന്നൊരു വ്യത്യാസമാണ് അത്. പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ മറ്റ് റീസൺസ് ഒന്നും ഇല്ല എന്നുള്ളത് ഒന്ന് എക്സാമിൻ കൂടെ ഒന്ന് ചെയ്യണം. ഏറ്റവും കോമൺ റീസൺ ഇതാണ്, ഈ യോനി ഭാഗത്ത് വരുന്ന ചുരുക്കം, അട്രോഫിയാണ് കാരണം. അപ്പോൾ പെട്ടെന്ന് ഒരു പുകച്ചിൽ പോലെ തോന്നുക, മൂത്രം ഒഴിക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുക, ഒരു എരിഞ്ഞാണ് പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതാണ് പലപ്പോഴും ഈ അട്രോഫിക് വെജൈനൈറ്റിസ്, അതായത് ഈസ്ട്രജന്റെ കുറവ് മൂലം വരുന്നത്. അപ്പോൾ നമ്മളെ സെലക്ട് ചെയ്ത് പേഷ്യന്റിനെ പരിശോധിച്ച ശേഷം ഇത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ക്രീമുണ്ട്. നമ്മളത് പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വാങ്ങി യൂസ് ചെയ്യാവൂ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞുതരും. ഓക്കെ, വിളിച്ചതിന് നന്ദി. മറ്റൊരു ശ്രോതാ കൂടിയുണ്ട്, ശ്രോതാവിലേക്ക് കൂടി പോകാം. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എനിക്ക് ഇപ്പോൾ 1 മാസമായിട്ട് ഷുഗർ അങ്ങ് കൂടുതൽ വരിക കാലത്തെ നോക്കുമ്പോൾ. ആർക്കാണ് ഇത്? കൂട്ടുകിടന്ന് രാജു, എനിക്കിപ്പോൾ 63 വയസ്സുണ്ട്. ഇത് നമ്മോടൊപ്പം ഉള്ളത് ഗൈനക്കോളജിസ്റ്റ് ആണേ. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ച് വെക്കേണ്ടിരിക്കുക. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. ഞാൻ സിന്ധു ആണ്, അഞ്ചാലിമൂട്ടിൽ നിന്ന്. പറഞ്ഞോളൂ. എനിക്കിപ്പോ വയസ്സ് 50 കഴിഞ്ഞ്, 50 കഴിഞ്ഞ്. ജനുവരി ആകുമ്പോ 51 ആവുന്നുണ്ട്. അപ്പം നല്ല ഇപ്പോഴും പീരീഡ്സ് ആവുമ്പോഴത്തേനും നല്ല ബ്ലീഡിങ് ആണ് അങ്ങ്. നല്ല ബ്ലീഡിംഗ് ഉണ്ട്. നല്ല ബ്ലീഡിങ്. ഇന്നിപ്പം 2 2ന്റെ അന്ന് അതിപ്പോ ഒരു 4 വരെയൊക്കെ അങ്ങ് നല്ല ബ്ലീഡിങ് ആണ്. അപ്പൊ ഞാൻ എല്ലാരും പറയും അതിങ്ങനെയല്ല നിക്കാനാ, മെനോപാസ് ആവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും, പക്ഷെ നിക്കുന്നില്ല. എത്ര നാളായിട്ട് ഇപ്പൊ ബ്ലീഡിംഗ് കൂടുതലുണ്ട്? ഇപ്പം തൊട്ടൊക്കെ കൂടുതലാ. വ്യക്തമായില്ല, ഒന്നുകൂടി പറയുമോ? എത്ര നാളായിട്ടാ ബ്ലീഡിംഗ് കൂടുതൽ? ഒരു 5 വർഷത്തോളമായിട്ട്. 5 വർഷത്തോളമായിട്ട് ബ്ലീഡിംഗ് കൂടുതലുണ്ടല്ലേ? ഇത്തിരി ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പം അത് പിന്നെ ചെക്കപ്പിന് പോകുന്നുണ്ടോ? ചെക്കപ്പിന് ഞാനൊന്ന് ഇടയ്ക്ക് പോയായിരുന്നു. പോയി കുറച്ച് ഇത്തിരി ഫൈബ്രോയിഡുകൾ ഉണ്ട്. അത് ഒരു 2 ഒക്കെ ചെറുതാണ്, ഒരെണ്ണം ഒരു സ്വല്പം വലുതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മോളില് 10th ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അന്നൊക്കെ പറഞ്ഞു, ഡോക്ടറും പറഞ്ഞു ബ്ലീഡിങ് ഇങ്ങനെ കൂടുതലാണെങ്കിൽ മരുന്നെന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഈ ബ്ലീഡിങ് വരുന്ന ദിവസങ്ങളിൽ മരുന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ടുള്ള? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, മരുന്നൊന്നും എടുക്കുന്നില്ല. ശരി, എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പം അന്ന് ഡോക്ടറെ, പക്ഷെ എനിക്കത് കഴിച്ചിട്ടും വലിയ കുറവൊന്നുമില്ലായിരുന്നു. അത് ചില അത് പലപ്പോഴും നമ്മള് ഹോർമോണൽ ഗുളികകളൊന്നും ആയിരിക്കില്ല. നമ്മൾ ആദ്യ പടിയായിട്ട് പലപ്പോഴും പേഷ്യൻസിന് കൊടുക്കുന്നത് ഹോർമോണൽ ഗുളികയൊന്നും അല്ല. അപ്പൊ നമ്മൾ സാധാരണ കുറയാനുള്ള ഗുളികകളാണ് കൊടുക്കുന്നത്. അപ്പം ഒട്ടുമിക്ക പേർക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതെല്ലാം കുറയും. ചിലർക്ക് അതിൽ കുറയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഒന്നും ചെയ്തായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതായത് മറ്റേ നമുക്ക് പ്രീ ക്യാൻസറസോ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല. അപ്പൊ ആ ഫൈബ്രോയിഡിനെ നമ്മള് ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെ ബ്ലീഡിങ്, ഈ 51 വയസ്സിലൊക്കെ ആകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ടോക്കിൽ പറഞ്ഞ കണക്ക് തന്നെ ഈ ഓവുലേഷൻ കാണില്ല ഈ സമയത്ത്. ജസ്റ്റ് വരുന്നത് ഈ ഒരു ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ നിൽക്കുമ്പോൾ വരുന്ന ബ്ലീഡിംഗ് ആണ് എല്ലാ മാസവും ഇങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഡോക്ടർ ഒരാഴ്ച മുന്നേ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം 27-നാണ് ആയത്. ഇപ്പൊ ഈ മാസം അതാണ് ആ ഒരു നമുക്ക് ആ സൈക്കിൾ ചെറുതായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം എന്തായാലും ഒരു ഡോക്ടറെ കാണാൻ. DNC ചെയ്തത് ഈ വർഷം തന്നെ ആയിരുന്നോ അതോ? ഈ വർഷമല്ല, കഴിഞ്ഞ വർഷമാണ് ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് ചെയ്തത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്തൊരു ഫോളോ അപ്പ് സ്കാൻ എടുക്കാനുള്ള സമയമായി. അപ്പൊ പഴയ യൂട്രസിന്റെ ഫൈബ്രോയിഡിന്റെ സൈസും ഇപ്പോഴത്തെ സൈസും ഒരു ഉള്ളു പരിശോധന ചെയ്ത് നോക്കിയ ശേഷം നമ്മളൊന്ന് കമ്പയർ ചെയ്യും. നമ്മൾ എത്ര വലിപ്പം. അതെ. അത് ഡോക്ടറെ കണ്ട് നമ്മളൊരു പരിശോധനയും ചെയ്യണം. നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ യൂട്രസിനകത്തൊന്നും അല്ല, നമ്മളെ സെർവിക്സിന്റെ അവിടെയൊക്കെ ആയാലും ചെറിയ ദശ വളർച്ചയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഡോക്ടർ ഈ ബ്ലീഡിങ്ങിന് ഇങ്ങനെ കട്ടയായിട്ട് വെള്ളം പോലെ തന്നെ വരുന്നത്, ലിക്വിഡ് ഫോമിലാണ് വരുന്നത് അല്ലേ? അങ്ങനൊന്നുമില്ല. പക്ഷെ പാഡ് വെച്ചാ പാഡ് ഇപ്പൊ ഒരു 2.5-3 മണിക്കൂറിനകം ഹെവി ബ്ലീഡിംഗ് ആണ്. അപ്പൊ ഈ പറയുന്നത് ഹെവി ബ്ലീഡിംഗ് ആണ് കേട്ടോ, നല്ല ബ്ലീഡിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മള് പരിശോധനയ്ക്കുള്ള ചെക്കപ്പിനുള്ള ഒരു സമയം കൂടെ ആയി. അപ്പൊ ആ കൂട്ടത്തിൽ എന്തായാലും ഒന്ന് നോക്കണം. ഫൈബ്രോയിഡ്സ് നമ്മള് അല്ല സർജറിക്ക് വേണ്ടില്ല, എന്നാലും ചെക്കപ്പിന് വേണ്ടി പൊക്കോളൂ. തൽക്കാലത്തേക്ക് നമ്മൾ ഒരു വെച്ചോണ്ടിരിക്കണ്ട, ചെക്കപ്പിന് പോയിട്ട് നമുക്ക് എത്ര നാളത്തേക്ക് വെയിറ്റ് ചെയ്യാമോ. അതെ തീർച്ചയായിട്ടും. എന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞാൽ മതി അല്ലേ? അതെ, പറഞ്ഞാൽ മതി. ബ്ലീഡിംഗ് ആണെന്നൊന്ന് സ്കാനിങ്ങിന് എഴുതിട്ടാന്ന് അങ്ങോട്ട് പറയണ്ട, ഡോക്ടർ അതിനെ പരിശോധിച്ചിട്ട് നമുക്ക് സ്കാനിങ്ങിലല്ല കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ എക്സാമിനേഷനും നമ്മൾ നോക്കിയിട്ട് ഡോക്ടർ അതിനനുബന്ധിച്ച് എന്താന്നുള്ളത് പറയും. പഴയ റിപ്പോർട്ട്സ് എല്ലാം കൊണ്ടുപോവുക, അതുമായിട്ട് കമ്പയർ ചെയ്ത് ഡോക്ടർ പറയും. ഓക്കെ, ശരി. വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ വിഷയം ആർത്തവ വിരാമത്തിന് മുൻപും ശേഷവുമുള്ള രക്തസ്രാവം. മാം, ആർത്തവ വിരാമത്തിന് മുൻപ് ഈ രക്തസ്രാവം ഭയങ്കര കൂടിയാലും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അമിതമായിട്ടൊരു രക്തസ്രാവം ഉണ്ടാകുമോ?
അതായത് ഞാൻ പറഞ്ഞില്ലേ, സാധാരണ മറ്റ് നമ്മൾ ഈ പറഞ്ഞ അസുഖങ്ങളൊന്നുമില്ല, അതാരും ഇല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. അതായത് നമുക്ക് ഇതൊന്നുമില്ല എന്നാൽ പോലും കുറച്ചൊരു ബ്ലീഡിങ് അസുഖം, ഇപ്പോൾ ഫൈബ്രോയിഡ് ഇല്ല, അഡിനോമൈസിസ് ഇല്ല, ദശവളർച്ച, പോളിപ്പുകളില്ല, നമ്മൾ പരിശോധിച്ചിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പലപ്പോഴും യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ കട്ടിയൊക്കെ നോർമൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു ലേഡിക്ക് പക്ഷേ ഈ ഒരു ഇടയായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ കൂടുതലായിട്ടാണ്. അവർക്ക് കുറേ ദിവസം നിൽക്കുന്നു, സൈക്കിള് ചെറുതായി വരുന്നു. നമുക്ക് അല്ലെങ്കിൽ പരിശോധനകളിലൊന്നും ഒരു പ്രശ്നമായിട്ടേ നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ആക്ച്വലി മെനോപോസ്, അതായത് ആ ഒരു അതിൻ്റേതായിട്ട് ഉള്ള ഒരു മെനോപോസലാവുന്നതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ രീതിയിൽ മെനോപോസിലേക്ക് ഞാൻ കടക്കുകയാണോ എന്നുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ്, നമുക്കൊരു FSH എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് നോക്കി ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും, ഏകദേശം നമ്മളൊരു മെനോപോസിലേക്ക് കടക്കുകയാണോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ എക്സാമിനേഷൻ വൈസ് പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസമുറ വരുമ്പോൾ നമുക്ക് ബ്ലീഡിങ് ഈ ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വരുന്ന ബ്ലീഡിങ് വരും. അതാണ് ഞാനീ പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നതും ഈ നമുക്ക് എല്ലാ മാസമുള്ള പണ്ട് വന്നിരുന്ന പോലെ ഈ അണ്ഡങ്ങൾ പൊട്ടിയുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. ഓവുലേഷൻ ഇല്ലാത്ത അനോവുലേറ്ററി സൈക്കിൾസാണ് ഈ മെനോപോസിന് തൊട്ട് മുന്നേ വരുന്നത്. അതാണ് ഇങ്ങനെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരാനുള്ള റീസൺ. മറ്റ് അസുഖങ്ങൾ, ലീഷൻസ്, അങ്ങനത്തെ ഉള്ള കട്ടികൾ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും കോമൺ റീസൺ. പിന്നെ വളരെ റെയറായിട്ട് ഈ പറഞ്ഞ കണക്ക് പിന്നെ നമ്മൾ ഈ 5 മുതൽ 10% ക്യാൻസറിൻ്റെ റിസ്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട്, അതൊക്കെ വളരെ റെയറായിട്ടാണ് വരുന്നത്. കുറേ നാൾ നമുക്ക് ഈ യൂട്രസിൻ്റെ ഉള്ളിലൊക്കെ ഇൻഫെക്ഷനുകൾ വന്നിട്ടും ഇതേപോലുള്ള ഓവർ ബ്ലീഡിങ്, അബ്നോർമലായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജുകൾ, ഇതെല്ലാം വരാം. അപ്പം ഇതല്ലാണ്ട് പക്ഷേ നമ്മൾ ചെക്കപ്പ് ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകളിൽ നമ്മൾ ഓക്കെയാണ്, മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മരുന്നുകളിൽ ഈ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ നമുക്ക് ഇത്രയധികം രക്തം നഷ്ടപ്പെട്ട് നമുക്ക് വിളർച്ചയാവും നമ്മളിത് വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരു ഇമ്പോർട്ടൻസ് അതാണ്. നമ്മൾ ഈ എനിക്ക് ബ്ലീഡിങ് കൂടുതലാവും, പക്ഷേ നമുക്ക് ഈ എല്ലാവർക്കും പേടിയാണ് ഹോർമോണൽ ഗുളിക എന്ന് പറഞ്ഞിട്ട്. ഹോർമോണൽ ഗുളികയിലല്ലാത്ത മെഡിസിൻസും ഉണ്ട്. നമുക്ക് അത് കഴിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ബ്ലീഡിങ് കുറഞ്ഞ് നമുക്കൊരു നാച്ചുറൽ മെനോപോസിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ ഇപ്പം ചിലർക്ക് ഈ ചില കട്ടിക്കൂടുതലിന് എല്ലാത്തിനും ഒന്നും ഓപ്പറേഷൻ വേണ്ട. അപ്പോൾ നമുക്ക് ഈ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്ന കോപ്പർ ടീ പോലെ, അതായത് നമുക്ക് ഉള്ളിലേക്ക് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് മാത്രം മരുന്ന് റിലീസ് ചെയ്യുന്ന മെറീന എന്ന് പറയുന്നിട്ടൊരു സംഗതിയുണ്ട്, T ഷേപ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ മെറീന ഇട്ട് കഴിഞ്ഞാൽ കെട്ടിയിലിരുന്നോളും. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 45 അല്ലെങ്കിൽ 40 ആ ഒരു വയസ്സായ ഒരു ലേഡിയെ സംബന്ധിച്ചോളം മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ഹോർമോണൽ ഇംബാലൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മെറീന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നമ്മൾ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾ നല്ലൊരു മെറീന ഇടേണ്ട ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന ഗുളികകളേക്കാൾ സൈഡ് എഫക്ട്സും കുറവാണ്. 5 വർഷം നമ്മളൊരു നാച്ചുറൽ മെനോപോസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് സുഖമായിട്ട് താഴെ നിന്ന് തന്നെ എടുത്തു മാറ്റും, കോപ്പർട്ടി എടുത്തു മാറ്റി നമുക്ക് തന്നെ എടുത്തു മാറ്റാനും പറ്റും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് നമുക്ക്. ഓക്കെ മാം, നമ്മുടെ മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോളിലേക്ക് കൂടി പോകാം. ഹലോ. നമസ്കാരം മാഡം. റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഞാനിപ്പോ ഈ പീരീഡ്സ് ആവാൻ തുടങ്ങിയപ്പോ തൊട്ട് നമുക്ക് ഭയങ്കര വേദന വരുന്നുണ്ട് മാഡം. ഇപ്പൊ എത്ര വയസ്സുണ്ട്? അത് എന്തുണ്ടായിരിക്കും, ഞാൻ വിചാരിച്ചു ഈ മറ്റേ പാഡ് ഉപയോഗിക്കുന്നതിന്റെ അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാന്ന് വിചാരിച്ച് കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അടിവയറ് വേദനയാണോ? അടിവയറ് നമ്മൾ ആ തൊടയുടെ ഭാഗവും അങ്ങ് ഓർക്കാനോ ഛർദിലും 2 ദിവസം. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 44 വയസ്സുണ്ട്. 44 വയസ്സ്. പണ്ട് മുതലേ ഇങ്ങനെയാണോ സൈക്കിൾ? അതാവാൻ തുടങ്ങിയിട്ട് തൊട്ട് ഇപ്പൊ ഇച്ചിരി വേദന മാറ്റം ഉണ്ടെങ്കിൽ പക്ഷേ 2 ദിവസം വരെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയായിട്ട്. കുട്ടികളുണ്ടോ? അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുട്ടികളുണ്ടോ? ഇല്ല അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷൻ ആയിരുന്നു, സിസേറിയൻ ആയിരുന്നു. നമുക്ക് ഇങ്ങനെ അമിതമായിട്ടുള്ളൊരു പെയിൻ തുടക്കകാലം ഘട്ടം മുതലേ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഈ പറഞ്ഞ മറ്റൊരു രോഗം ഇല്ല എന്ന് നമ്മളൊന്ന് ഉറപ്പാക്കണം. വളരെ സാധാരണഗതിയിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ ഓവുലേഷൻ, ചില സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കുമ്പം ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കെമിക്കൽസ് നോർമലി റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഓവുലേറ്ററി സൈക്കിൾസിൽ ചില ആൾക്കാരിൽ കുറച്ച് കൂടുതലായിട്ട് പെയിൻ
വരാനൊരു ഇതുണ്ട്. പിന്നെ ഈ സിസേറിയൻ അല്ലാണ്ട് മറ്റു ഓപ്പറേഷനുകൾ മറ്റും നടന്നു ചെയ്തിട്ടുണ്ടോ? സിസേറിയൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷനുകൾ റിക്കറൻ്റ് അങ്ങനെ നടക്കുമ്പോഴായാലും ചെറിയ ചെറിയ ഒട്ടലുകൾ നമുക്ക് വയറിനുള്ളിൽ വരും നാച്ചുറലി തന്നെ ഓരോ സർജറി കഴിയുമ്പോഴും. അപ്പോൾ ഈ ഒട്ടൽ കൂടുതലായിട്ട് അഡ്ഹഷൻസ് വരുമ്പോഴും നമുക്ക് ചെറിയ എൻഡോമെട്രിയോസിസ്, അത് മേ ബി അണ്ടാശയത്തിൽ മുഴയൊന്നും ആവണം എന്നില്ല. അപ്പോൾ നമ്മൾ സൂപ്പർഫിഷ്യൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയും. അപ്പോൾ അത് ഉള്ളിൽ ഈ ഒരു യൂട്രസിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ഒരു ടിഷ്യൂ നമുക്ക് യൂട്രസിൻ്റെ പുറത്ത്, ട്യൂബിൻ്റെ പുറത്തും ഓവറിയുടെ പുറത്തും ഇങ്ങനെ പറ്റിപ്പിടിച്ച് ചുമന്നിരുന്ന് വളരും. അപ്പം ആ എൻഡോമെട്രിയോസിസ് കുറച്ച് കെമിക്കൽസ് ഇങ്ങനെ റിലീസ്, നമുക്ക് ഭയങ്കര പെയിനാണ്, വളരെ ഇതായിട്ടുള്ള പെയിൻ വരും. അപ്പം അതും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ ഈ പെയിനിന് വേണ്ടിയിട്ട്? പരിശോധനയൊക്കെ നടത്തി, അതിലൊന്നും പ്രശ്നങ്ങളില്ല. അങ്ങനെ മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി കഴിക്കാൻ പറ്റുന്ന തരം ഗുളികകളുണ്ട്. നമുക്ക് പെയിൻ ഒന്നും ഇല്ല, മറ്റ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സൈക്ലോപാം വല്ലപ്പോഴും ഈ പറഞ്ഞൊക്കെ ഒരു 2 ദിവസം 3 ദിവസം കഴിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളത് കൂടി പെയിൻ്റെ കാഠിന്യം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പിന്നീട് കാര്യം ഇത് ഒന്നുമില്ല, യൂട്രസ് പെർഫെക്റ്റ്ലി നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ പരിശോധനയിലും കൂടെ ഒന്ന് കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. കാര്യം ചിലപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ അഡിനോമൈസിസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഈ അഡിനോമൈസിസ് ഉള്ളപ്പോഴും ഇങ്ങനെ ഭയങ്കര പെയിൻ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിലും ചെറിയ എൻഡോമെട്രിയോസിനാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ മെറീന എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കഴിക്കുന്ന ഗുളികകൾ വർഷങ്ങളോളം കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെറിയ എൻഡോമെട്രിയോസിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെറീന ഇട്ട് കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയോട്ടിക് ലീഷൻ, ഈ അതിൻ്റെ ആ കൊച്ചു ലീഷൻസ് എല്ലാം അതങ്ങ് ചുരുങ്ങുകയും ചെയ്യും. അത് 5 വർഷക്കാലം നമ്മളൊരു മെനോപോസിൽ എത്തുന്നവരെയും അത് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം അതിന് പറ്റുന്നൊരു കാൻഡിഡേറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഡോക്ടറെ കണ്ടു എക്സാം. കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ല. കപ്പ് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ വളരെ സേഫാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് മാം, ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പ്രീ മെനോപോസ് ആയിരുന്നു. ഇനി പോസ്റ്റ് മെനോപോസ്, അതായത് ആർത്തവ വിരാമത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന രക്തസ്രാവത്തിനെ കുറിച്ചാണ് നമുക്കിനി സംസാരിക്കേണ്ടിയുള്ളത്. നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്, കോളിലേക്ക് കൂടി പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാന് എന്റെ മോളുടെ കാര്യം, മോൾക്ക് 15 വയസ്സുണ്ട്. ഞങ്ങൾക്ക് പീരീഡ്സ് ആവാനും താമസമാണ്. ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നിൽക്കാൻ, നീണ്ടങ്ങ് നിൽക്കും. എത്രാമത്തെ വയസ്സിലാണ് പീരീഡ് ആയി തുടങ്ങിയത്? 10 വയസ്സില്. 10 വയസ്സിലാ? അന്ന് മുതലേ ഇങ്ങനെയാണോ? അല്ല, ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഇത് കണക്ക് തീരെ ഇല്ലായിരുന്നു. പിന്നെ 2 കുത്തി ബ്ലഡ് കുത്തിയിട്ട് വെച്ചോണ്ടിരുന്നോ ഈ ബ്ലീഡിങ് വന്നിട്ട്? സാധാരണ ഇങ്ങനെ ആദ്യമൊക്കെ ആവുമ്പോ 10-12 ദിവസമൊക്കെ ആവുമ്പോ നിക്കുന്നേ. അങ്ങനെ വിചാരിച്ചു നിക്കാന്ന് വെച്ചു. പിന്നെ ആയപ്പോ നിക്കാഞ്ഞാ പിന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. നമുക്ക് ഈ പ്രായത്തിലൊക്കെ നമുക്കൊരു 7 മുതൽ 8 ദിവസത്തിൽ കൂടുതലായിട്ട് ബ്ലീഡിങ് നിൽക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ഓവറായിട്ടുള്ള ബ്ലീഡിങ് ആണ്. അപ്പോൾ സാധാരണ ഈ നമ്മൾ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കും ഇതേപോലെ നമ്മൾ ഈ മെനോപോസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ ടോപ്പിക്കുകളാണ്. ഇവരുടെയും ഈ ഓവുലേഷൻ ഒന്ന് കറക്റ്റായി വരാൻ ആദ്യത്തെ 2-3 വർഷങ്ങളിൽ ഇച്ചിരി പാടാണ്. പിന്നെ ഈ പ്രായത്തിൽ അമിതമായിട്ട് വണ്ണം കൂടാതിരിക്കാനും ശ്രദ്ധിക്കുക. കാര്യം പലപ്പോഴും ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര പാടാ. അപ്പം മോളെ ഒന്ന് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ കറക്റ്റായിട്ട് ഓവുലേഷൻ ആവാതിരിക്കും. എല്ലാ മാസവും 10 മുതൽ 12 ദിവസം വരെ അമിതമായിട്ട് ബ്ലീഡിങ് പൊക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രക്തക്കുറവ് വരും, വിളർച്ച വരും. അപ്പം കാര്യം കാണിച്ച് ഈ ഹോർമോൺ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പൊ അത് കഴിക്കുന്നില്ല. ഇനി ഡോക്ടറെ കാണാതെ കൊടുക്കാൻ പറ്റത്തില്ല. ഡോക്ടറെ കാണാതെ ഒരിക്കലും നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇങ്ങനത്തെ ഗുളികൾ വാങ്ങിക്കരുത് കേട്ടോ. ഇതിനെല്ലാം ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളോട് ഇത്ര ദിവസം ഇത്ര മാസം കഴിക്കാൻ തന്നെയായിട്ട് പറയും. അത് എപ്പോഴും ഡോക്ടറിന്റെ ഇത്രയും ചെറിയ കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടെ കടിക്കരുത്. ഡോക്ടർ എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിക്കും, കുട്ടിയെ കാണിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ രക്തം ടെസ്റ്റ് ചെയ്യണം. തൈറോയിഡ് വല്ലതും ഉണ്ടായിരുന്നോ മോക്ക്?
അന്ന് ടെസ്റ്റ് ചെയ്തപ്പോ തൈറോയ്ഡ് ഒന്നും ഇല്ലായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തായാലും ഡോക്ടറെ പിന്നെ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കാണിച്ചപ്പോ ഹോമസ്റ്റോളജി ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. പണ്ട് മുതലേ ഈ പീരീഡ്സ് ആയ കാലം മുതൽ ഈ മുറിവ് വരുമ്പോഴോ അങ്ങനെ ബ്ലീഡിങ് നിൽക്കാനായിട്ടൊരു പ്രയാസം അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കൈ പോലും ചെറുതായിട്ട് മുറിഞ്ഞാൽ കൂടുതലായിട്ട് രക്തം പോയിട്ട് ബ്ലീഡിങ് നിൽക്കത്തോളൂ? അങ്ങനെയൊന്നും ഇല്ല. അധികം മുറിവൊന്നും ഇങ്ങനെ പറ്റിയിട്ടില്ല. കുഞ്ഞുനാളില് സൈക്കിളിൽ നിന്ന് വീണ അങ്ങനെയുള്ള മുറിവേ ഉള്ളായിരുന്നു. ചില ആൾക്കാരിലെ വളരെ റെയർ ആയിട്ട് നമുക്ക് ഈ പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള കുറച്ച് സംഗതികളുണ്ട്. വളരെ റെയർ ആയിട്ടാണ്. അപ്പം എല്ലാവർക്കും ഈ പറയുന്ന പ്രശ്നങ്ങളല്ലാതെ വളരെ റെയറായിട്ട് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള കുറച്ച് ക്ലോട്ടിങ് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഈ പ്ലേറ്റ്ലെറ്റ് കുറച്ച് ഈ ക്ലോട്ട് ചെയ്യാനുള്ള കുറച്ച് ഫാക്ടേഴ്സും പ്ലേറ്റ്ലെറ്റും അതുപോലെ ചില പ്രോട്ടീനുകളുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീനുകളുടെ ഏറ്റക്കുറച്ചിലുകളിൽ ഇതുപോലെ ചില ജനറ്റിക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഇതേപോലെ അത് കുറഞ്ഞിരിക്കും. അങ്ങനെ കുറഞ്ഞിരുന്ന നോർമലി ഒരാൾക്ക് കൈ മുറിഞ്ഞാൽ ആ രക്തം ക്ലോട്ട് ഉണ്ടായി നിൽക്കാനുള്ള ആ ഒരു മെക്കാനിസം ഇവരിൽ കുറച്ച് താമസമായിരിക്കും. കുറച്ച് കൂടുതൽ ബ്ലീഡിങ് വന്നിട്ട് ഈ ബ്ലീഡിങ് നിൽക്കത്തുള്ളൂ. മുറിവൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പൊ അല്ല, എല്ലാ മാസവും പീരീഡ് ആവുമ്പോൾ തന്നെ ആയാലും നോർമലി ക്ലോട്ട് ഉണ്ടായി നിൽക്കേണ്ട സ്ഥാനത്ത് ആ ഒരു ക്ലോട്ട് ഫോർമേഷൻ നടക്കാതെ വരും ഇങ്ങനെ റെയർ ആയിട്ട്. അപ്പൊ അങ്ങനെ ഹെമറ്റോളജി കാണിക്കാൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണിക്കണം കേട്ടോ. പരിപാടിയിലേക്ക് വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒരു കൊച്ചുമോൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 11.5 വയസ്സ് കഴിഞ്ഞപ്പോ അതിനായി ആദ്യത്തെ പീരീഡ്സ് ഇങ്ങനെ വന്നു. എന്നിട്ട് 7 ദിവസം 8 ദിവസം വരെ അതിന് സ്ട്രെസ് ചെയ്യേണ്ടി വരും. 8 ദിവസം വരെ ബ്ലീഡിങ് നിൽക്കുവാന്നല്ലേ? ബ്ലീഡിങ് നന്നായിട്ട് മാറി കളർ മാറി ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് 8 ദിവസം ആവും. അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന് പീരീഡ്സ് ആയി ഇങ്ങനെ 8 ദിവസം കഴിഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞ് 20ന്റെ അന്ന് വീണ്ടും ആവും അടുത്തത്. ഈ വരുന്ന 8 ദിവസം വരുന്നത് സാധാരണ വെള്ളം പോലെ നല്ല ബ്ലഡ് പോലെ തന്നെയാണോ? നല്ല കളറിൽ സാധാരണ ബ്ലഡ് പോലെ 8 ദിവസം നല്ല ഡാർക്ക് കളറിലാണ് വരുന്നത്. ശരി. പിന്നെ 20 ദിവസം കഴിയുമ്പോൾ പിന്നെ 20ന്റെ അന്ന് വീണ്ടും 20ന്റെ അതായത് ഡേറ്റ് മുതൽ വീണ്ടും ഉള്ള 20ാമത്തെ ദിവസം വീണ്ടും ആയി പിന്നെയും വരുന്നു. അങ്ങനെ ആയിട്ട് വീണ്ടും അടുത്ത മാസം അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ 2 മാസം നോക്കാം, പിന്നെ എന്നിട്ട് ഡോക്ടറെ അടുത്ത് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത മാസം ആയപ്പോഴത്തേക്ക് 19ന്റെ അന്നായി. അതാ ഈ അതാണ് ഈ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കും ഈ അവരുടെ ഒരു നമ്മുടെ ബ്രെയിൻ, അതായത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇവര് എല്ലാം ഉണ്ടാക്കുന്ന കുറെ ഹോർമോണുകളുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ എല്ലാ മാസവും ഓവുലേഷൻ ആവുന്നത്. പക്ഷെ അവരുടെ ഈ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഓവറിന് ആ ഒരു ആക്സിസ് മെച്ചുവർ ആയിട്ട് വരാൻ ആദ്യത്തെ ഒരു 2 മുതൽ 3 വർഷം ഇച്ചിരി ആ ഒരു സമയം എടുക്കും. നോർമലി നമുക്ക് ഒരു 28 ഡേ സൈക്കിൾ അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോൾ ആ ഒരു സൈക്കിൾ വരാനും കൃത്യമായിട്ട് ആ ഒരു ഓവുലേഷൻ ആയി. അപ്പം ഇവർക്കും നമ്മൾ ഈ പറഞ്ഞ പ്രീ മെനോപോസൽ അല്ലെങ്കിൽ ആ മെനോപോസൽ ഏജ് ആ ഉള്ള ലേഡീസിനെ പോലെ ഇവരുടെ ഓവുലേഷൻ കറക്റ്റ് ആയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഒരു 90% റീസണും കുട്ടികളുടെ ഈ ഒരു പ്യൂബർട്ടി മെനറാജിയ നമ്മൾ പറയും, ഈ കൗമാരപ്രായക്കാരിൽ വരുന്ന ഈ അമിത രക്തസ്രാവം, പിന്നെ മറ്റ് തൈറോയിഡ്, രക്തക്കുറവ്. അപ്പം ഈ ഒരു കുട്ടികൾക്കായാലും പക്ഷെ ഒരു പരിധി വിട്ട് നമുക്ക് ഓവറായിട്ട് 8 ദിവസം ബ്ലീഡിങ് ആയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഹീമോഗ്ലോബിൻ വളരെ താന്നു പോവുകയും കുട്ടികൾക്ക് അത് ഭയങ്കര ക്ഷീണവും ഭയങ്കര പാടും. അപ്പം നമുക്കത് കുഴപ്പമില്ലാത്ത കുട്ടികൾ കൊടുക്കാൻ പറ്റുന്ന തരം ടാബ്ലറ്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കുട്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നൊന്ന് കൺഫേം ചെയ്ത ശേഷം നമുക്ക് ആ മരുന്ന് സുഖമായിട്ട് കഴിക്കാം, ഒരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ തുടക്കത്തിൽ ഏത് സൈക്കിളിലാണോ ഹെവി ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് 5 ദിവസം ബ്ലീഡിങ് ഉള്ള ദിവസം മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരം ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ കുട്ടിയെ ഒന്ന് പരിശോധിക്കുകയും കൂടെ ചെയ്ത ശേഷം നമുക്ക് ആ വേണ്ട ഇൻവെസ്റ്റിഗേഷൻസും കഴിഞ്ഞ ശേഷം നമുക്ക് മെഡിസിൻസിലൂടെ തന്നെ അത് കൺട്രോൾ ചെയ്യാനും പറ്റും. ഹീമോഗ്ലോബിൻ താന്നു പോകാതിരിക്കാനായിട്ട് നമുക്ക് അയണിന്റെ എന്തെങ്കിലും സപ്ലിമെന്റും കൂടെ എടുക്കണം കൂട്ടത്തിൽ. ഈ കുട്ടിക്ക് ആദ്യത്തെ തവണ ആയപ്പം വയറ്റ് വേദന ഉണ്ടായിരുന്നു. പിന്നെ വയറുവേദന ഇല്ല. വേദനയില്ല, ബ്ലീഡിങ് നല്ലതായിട്ട് തന്നെ. അതാണ് വയറുവേദന ഇല്ലാത്ത നമ്മള് ഒരുപാടായിട്ട് പോകുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരു അനോവുലേറ്ററി സൈക്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതാ നമുക്ക് ഓവുലേഷൻ കറക്റ്റായിട്ട് ആവുന്നില്ല. കുറച്ച് ആദ്യത്തെ വർഷങ്ങളിൽ ചെറിയ കുട്ടികളിൽ അത് ഭയങ്കര കോമൺ ആണ്. നമുക്ക് വലിയ ഒരു ഡോക്ടറിന്റെ കണ്ട് പരിശോധനയ്ക്ക് ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മെഡിസിൻ അതിന് കാണിക്കുന്നതാണ് നല്ലത്, ഓവറായിട്ടുള്ള ബ്ലീഡിംഗ് നിയന്ത്രിക്കാനായിട്ട്. ശരി, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, ഇപ്പം നമ്മൾ
ഈ പ്രീ മെനോപോസ് കഴിഞ്ഞ് പോസ്റ്റ് മെനോപോസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരാം. മാം, ആ ഒരു ടൈമിൽ ബ്ലീഡിങ് എത്രത്തോളം അതാണ് നമ്മൾ ഇത്രയും ഡിസ്കഷനിൽ നമ്മൾ അമിത രക്തസ്രാവം എന്നുള്ളതാണ്. പക്ഷേ മെൻസസ് നിന്നതിന് ശേഷം, അതായത് നമ്മളൊരു ലേഡി എപ്പം മെനോപോസ് ആയി എന്ന് വെച്ചാൽ ലാസ്റ്റ് മെൻസസ് വന്നു, അതിനുശേഷം ഒരു വർഷം നമുക്ക് പീരീഡ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പറയാം നമ്മുടെ മെൻസസ് നിന്നു. ആ ഒരു 1 ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ഒരു ബ്ലീഡിങ് വരാൻ പാടില്ല. ഒരു 1 ഇയർ കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ പോസ്റ്റ് മെനോപോസൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, നമ്മൾ മെൻസസ് നിന്നു നമുക്ക് കൂട്ടാം, ഒരു വർഷമായാൽ. ഒരു 6 മാസ കാലയളവ് വന്നുവെച്ചാൽ ലാസ്റ്റ് ഒരു പീരീഡ് വന്ന് 6 മാസം പീരീഡ് ഇല്ലാതിരിക്കുമ്പം തന്നെ ഏകദേശം നമ്മളൊരു മെനോപോസിലേക്ക് നീങ്ങും. പക്ഷേ അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നൊരു ബ്ലീഡിങ് വന്നാലും ഉറപ്പായ ഒരു ഡോക്ടറെ ഒന്ന് കാണണം. കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും 6 മാസം ഇല്ലാതിരുന്നിട്ടൊരു പീരീഡ് വരുമ്പം നമുക്ക് ഇതേപോലുള്ള, അതായത് നമ്മളൊരു മെനോപോസൽ റേഞ്ചിലേക്ക് ആയതിനു ശേഷം എത്രത്തോളം യൂട്രസിൻ്റെ കട്ടിയുണ്ട് എന്നുള്ളത് നോക്കണം. കാര്യം മെൻസസ് നിന്ന സ്ത്രീകളിൽ നമുക്കിനി ഓവം ഇല്ല ആക്ച്വലി. അപ്പോൾ ഓവം ഇല്ലാതെ എവിടെ നിന്നാണ് ഈ ഒരു ഹോർമോൺ ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും നമുക്ക് ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ മെൻസസ് നിന്ന സ്ത്രീകളിൽ ഓവുലേഷൻ ഇല്ലാത്തൊരാളിൽ എവിടെ നിന്നാണ് ഈ ഒരു നമുക്ക് 2-3 സോഴ്സ് ഉണ്ട്. നമുക്ക് ഈ അമിത വണ്ണമുള്ള സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസ്ട്രജൻ ഓവറിൽ ഉണ്ടാവുന്ന പോലെ തന്നെ നമ്മുടെ പെരിഫറൽ ഒരു ഈസ്ട്രജൻ സോഴ്സാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഫാറ്റിൽ നിന്നും നമുക്ക് ഈസ്ട്രജൻ ഉണ്ടാകും. ഈ ഹോർമോണുകൾ ആക്ട് ചെയ്ത് വണ്ണമുള്ളവരിൽ ഒരുപാട് ഇൻസുലിൻ കുറച്ച് അവർക്ക് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ഇൻസുലിൻ പോയിട്ട് നമ്മുടെ ഈ ഹോർമോൺസിനെ ബൈൻഡ് ചെയ്യുന്ന ഒരു കെമിക്കലുണ്ട്. അപ്പോൾ അതിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യുകയും അത് കുറഞ്ഞിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഹോർമോൺസ് ഇത്തിരി കൂടുതലായിട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ. അപ്പം ഒരു 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 65-നും 70 വയസ്സിനും ഇടയ്ക്കുള്ള ലേഡീസിലാണ് പ്രത്യേകിച്ചും ഈ യൂട്രസിൻ്റെ മെൻസസ് നിന്നിട്ടൊരു ബ്ലീഡിങ് വരുമ്പം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. മസ്റ്റായിട്ടും ഒരു ബ്ലീഡിങ് വന്നാൽ, മെൻസസ് നിന്നിട്ടൊരു ബ്ലീഡിങ് വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. അത് ഫസ്റ്റ് എപ്പിസോഡ് ആണെങ്കിൽ പോലും നമ്മൾ കാണണം. നമുക്കൊരു സ്കാൻ എടുക്കണം. യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ തിക്നെസ് അതായത് മെൻസസ് നിന്ന് ഒരു വർഷം കഴിഞ്ഞ ഒരു ലേഡിയിൽ 4 മില്ലിമീറ്റർ അല്ലെങ്കിൽ മാക്സിമം നമ്മൾ പറയുന്നത് 6 മില്ലിമീറ്റർ. 4 മില്ലിമീറ്ററാണ് ഐഡിയലി വേണ്ടത്. ഒരു 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മില്ലിമീറ്റർ താഴെയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷേ അതിൽ കൂടുതലാണ് ചിലരിൽ 4 മില്ലിമീറ്റർ എന്നല്ല, ചിലപ്പോൾ 10 മില്ലിമീറ്റർ ആയിരിക്കും. അവർക്കൊരു ബ്ലീഡിങ്ങും ഉണ്ട്, അവർക്ക് നല്ല വണ്ണമുണ്ട്, മേ ബി ഫാമിലിയിൽ ഇതുപോലുള്ള ഹിസ്റ്ററി ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ബ്ലീഡിങ് വരുമ്പം കാര്യം മറ്റേ നമ്മൾ പറഞ്ഞൊരു 5% ചാൻസ് ആണെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് വരുമ്പം യൂട്രസിൻ്റെ കട്ടി 4 മില്ലിമീറ്റർ അല്ല, നമുക്കൊരു 10 മില്ലിമീറ്റർ ആണെങ്കിൽ നമുക്കൊരു 10 മോർ ദാൻ 10% പറയുന്നത് ചാൻസ് ഓഫ് എൻഡോമെട്രിയൽ ക്യാൻസർ, യൂട്രസിന് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു പ്രീ മെനോപോസൽ അല്ലെങ്കിൽ പെരിമെനോപോസൽ ബ്ലീഡിങ്ങിനേക്കാളും പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ക്യാൻസർ വരാനുള്ള ചാൻസ്, ക്യാൻസർ ആണോ എന്നുള്ളത് എപ്പോഴും അല്ല എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ടും ഒരു എപ്പിസോഡാണെങ്കിൽ പോലും ഉറപ്പായും ഡോക്ടറെ കാണുക. നിങ്ങൾ സ്കാൻ എടുക്കണം. ഡോക്ടറെ പരിശോധിച്ച് സ്കാൻ എടുത്ത ശേഷം നമുക്ക് ഒരു ബയോപ്സി എടുക്കണം. അപ്പോൾ ബയോപ്സി എടുത്താൽ മാത്രമേ നമുക്കൊരു 100% ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബയോപ്സി ഐഡിയലി നമുക്ക് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്, നമ്മൾ ഹിസ്ട്രോസ്കോപ്പി അതായത് യൂട്രസിൻ്റെ ഉള്ളു ഭാഗം കണ്ട് നമ്മളൊരു ബയോപ്സി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഒരു രീതിയിലുള്ള പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് നോർമൽ അല്ല ആക്ച്വലി. മറ്റേന്ന് പറയുന്നത് നമുക്ക് നോർമൽ ബ്ലീഡിങ് അബ്നോർമൽ ബ്ലീഡിങ്, ഇത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ഈസ് ഓൾവേസ് അബ്നോർമൽ. നമുക്ക് എപ്പോഴും ഒരു ഡോക്ടറെ കാണുക. മാം, പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കും. അപ്പോൾ സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിന് പലപ്പോഴും വില കൽപ്പിക്കാറേയില്ല. ബാക്കി എല്ലാവരെയും ആരോഗ്യം നോക്കുകയും ചെയ്യും, പക്ഷേ സ്ത്രീകളുടെ ആരോഗ്യത്തിന് അവർ പലപ്പോഴും വില കൊടുക്കാറില്ല. അപ്പം അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാത്ത എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കുക. താങ്ക് യു മാം, മാമിൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ അപർണ രാജാണ്. താങ്ക് യു മാം. താങ്ക് യു.